അതെ. അങ്ങ് പറഞ്ഞോളൂ. ഇത് പറയുന്നത് എന്നെ സഹായിക്കണ്ട അങ്ങ് പറഞ്ഞോളൂ. ഞാൻ ഈ കാര്യത്തിൽ സംസാരിക്കാനില്ല. അതെന്താണ് സംസാരിക്കാനില്ല സാർ. മാധു എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് രണ്ടുപേരും കൂടി എന്തൊക്കെയോ പറയുന്ന സമയത്ത് മറ്റുള്ളവർ പറയുന്നതിലൊന്നും ഒരു ആധികാരികതയും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടിയുണ്ട്. സമയത്ത് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും. അങ്ങ് സംസാരിക്കുന്ന സമയത്തൊക്കെ സമ്മതിക്കാറുണ്ടോ? ഞാൻ പറയട്ടെ പോയിന്റ് അങ്ങോട്ട് പറയുമ്പോഴേക്കും അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാന്ന് കണ്ടല്ലോ. എന്റെ കയ്യിലിരിക്കുന്ന ഗവൺമെന്റ് ഓർഡറാണ്, ജിയോ ആണ്. 18/12/2023 അങ്ങനെന്താ ഈ പരിഹാസം പോകുമെന്ന് നോക്കുന്നത്? അല്ല, എന്താണ് അങ്ങനെ ഈ പരിഹാസം? എന്റെ കയ്യിലിരിക്കുന്ന ഗവൺമെന്റ് നോക്കൂ. ഒറ്റ മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ അങ്ങ് വേണമെങ്കിൽ പറഞ്ഞു. ഒരു മിനിറ്റ് അല്ല, അങ്ങ് പുച്ഛം ഭാവം കൊണ്ടൊരു പറഞ്ഞ എന്റെ കയ്യിലിരിക്കുന്നത് ജിയോ ആണ്. ജിയോ എന്നാൽ ഗവൺമെന്റ് ഓർഡർ, 2023 ഗവൺമെന്റ് ഓർഡർ. ഇതിൽ മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ബാക്കി ഞാൻ എൻ്റെ സമയത്ത് പറഞ്ഞോളാം. ഇപ്പോൾ സ്മൃതി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും 2024 ഫെബ്രുവരി മാസം 14 മാത്യു കൂൾനാടൻ പറഞ്ഞതായി ജനം ഓൺലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനം ഓൺലൈൻ ഞാൻ ഗവൺമെന്റ് ഓർഡറാണ് വായിച്ചത്. അല്ല, ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഗവൺമെന്റ് ഓർഡറാണ് വായിച്ചത്. ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഈ ഓർഡറെ കോട്ട് ചെയ്താ പറയുന്നത്. ആയിക്കോട്ടെ, കരാറുമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഒറ്റ മിനിറ്റ്, ഞാൻ എക്സാലോജിക് സീമറൽ കരാറുമായി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞാൻ വേണമെങ്കിൽ സംശയിക്കാവുന്ന കാര്യമായി ഈ പറയുന്ന ഗവൺമെന്റ് ഓർഡർ നമ്മുടെ മുന്നിലുണ്ട്. വീണ നൽകിയ മൊഴിയിൽ പറയുന്നത്, മനോരമ പറഞ്ഞ മൊഴി അല്ലേ? ഈ അന്വേഷണ റിപ്പോർട്ടിൽ എവിടെയെങ്കിലും മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് അങ്ങനെ അറിയാമോ? ഞാൻ മനോരമ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ. ഈ CMRL നൽകിയ സോറി പിന്നെ ഈ SFIക്ക് നൽകിയ മൊഴി എന്ന് പറയരുത്. മനോരമ പറഞ്ഞ മൊഴി അങ്ങനെയാണ്. ഇനി SFIക്ക് നൽകിയ മൊഴിയിൽ അങ്ങയുടെ കൈവശമുള്ള ഡോക്യുമെന്റിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞതില്ല. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമമല്ലേ, അത് പറയേണ്ട വാക്കൊന്നുമല്ലല്ലോ. അപ്പോ മാത്രമല്ല, ശിവശങ്കരന്റെ ഇഷ്ടമുള്ളതോ നിങ്ങൾക്ക് താല്പര്യമുള്ളതോ എന്തെങ്കിലും ഞാൻ എന്തായാലും പത്രം വായിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് സംശയവും തർക്കമൊന്നുമില്ല. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുടെ കോട്ട് ചെയ്യാൻ പാടില്ലേ? അങ്ങനെ വരുന്ന വാർത്ത എന്ന് ഞാൻ പറഞ്ഞു. ആധികാരികമായ മനോരമയുടെ റിപ്പോർട്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ SFIയുടെ റിപ്പോർട്ട് ആധികാരികമാണെന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? റിപ്പോർട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞു ഇത് സെലക്റ്റീവ് ആയി കൊടുക്കുന്നതാണെന്ന്. അതായത് മുഴുവനില്ല. SFIയുടെ റിപ്പോർട്ട് ആധികാരികമാണെന്നൊരു അഭിപ്രായം അങ്ങേക്കില്ല. അല്ല, പക്ഷെ അത് മുഴുവനായിട്ടുള്ളതല്ല, അത് സെലക്റ്റീവ് ആയി കൊടുത്താണെന്ന് അങ്ങ് കഴിഞ്ഞ ദിവസം എന്നോട് മീഡിയ സംസാരിച്ചു. മാത്രമല്ല ഓരോ മൊഴികളും ശരി. അപ്പോ ഈ നമ്മുടെ മുന്നിലുള്ള ഒരു വന്നിരിക്കുന്ന ഒരു വിവരവും, അത് പ്രിന്റഡ് കോപ്പി ആണെങ്കിൽ അങ്ങനെ, സർക്കാർ ഡോക്യുമെന്റ് ആണെങ്കിൽ അങ്ങനെ, അതല്ല അന്വേഷണ റിപ്പോർട്ട് ആണെങ്കിൽ അങ്ങനെ, പത്രമാധ്യമ റിപ്പോർട്ടുകളാണെങ്കിൽ അങ്ങനെ, ഇതൊന്നും ഇപ്പൊ ആധികാരികം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിൽ നാളെ കോടതി ഒരു വിധി പറയുകയാണെങ്കിൽ മാത്രമാണ്. നമ്മളിവിടെ പകുതി വൃത്തത്തിലിരുന്ന് ചർച്ച ചെയ്യുന്നത് പുറത്തു വരുന്ന വാർത്തകളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പരിപാടി ഇവിടെ നിർത്തിവെച്ചിട്ട് നാളെ കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളതായിരിക്കും എടുക്കാൻ പറ്റുന്ന ഒരു നിലപാട്. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ അങ്ങേക്ക് ഒരു വാക്കുപോലും ഉന്നയിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ മനോരമയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. കൊടുത്ത മൊഴി ഞാൻ മനോരമയുടെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങിയത്. അപ്പൊ അങ്ങ് അതിൽ ആധികാരികമായി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നത് അത് അങ്ങ് പറയേണ്ടെന്ന് എനിക്ക് പറയാൻ അറിയാം പ്രേക്ഷകരോട്. ശരി. അപ്പോ അല്ല, നിങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് രണ്ടുപേരും കൂടി എന്തൊക്കെയോ പറയുന്ന സമയത്ത് മറ്റുള്ളവർ പറയുന്നതിലൊന്നും ഒരു ആധികാരികതയും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടിയുണ്ട്. കുറെ കാലമായി സമയത്ത് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും. അങ്ങ് സംസാരിക്കുന്ന സമയത്ത് സമ്മതിക്കാറുണ്ടോ? ഞാൻ പറയട്ടെ പോയിന്റ് അങ്ങോട്ട് പറയുമ്പോഴേക്കും അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാന്ന് കണ്ടല്ലോ. ഇടപെടാമോ എനിക്ക് ഒരു കാര്യത്തിൽ? പറഞ്ഞോളൂ. അതായത് 4 ലക്ഷം രൂപ റീപേയ്മെന്റ് കൊടുത്തു എന്ന് കൂടി പറയുന്നില്ലേ റിപ്പോർട്ടിൽ? ലോൺ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ റീപേയ്മെന്റ് വരിക? ഈ ലോൺ കൊടുത്തു എന്ന് പറഞ്ഞത് റീപേ ചെയ്യുകയാണെന്നാണ് ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ വായിച്ചത്. എത്രയാ റീപേ ചെയ്തത്? അതാണ് ഞാൻ പറഞ്ഞത്. 4 ലക്ഷം രൂപയാണ് അതിന്റെ പ്രാഥമിക പണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് അങ്ങേക്ക് വേണമെങ്കിൽ അത് വായിച്ചു നോക്കുകയും ചെയ്യാം. അത് 98ാമത്തെ പേജിലാണ്. 1.72 കോടിയല്ലേ കൈപ്പറ്റിയത്? എത്ര റീപേ ചെയ്തു? 4 ലക്ഷം പറയുന്നത്. 1.72 കോടിയിൽ നിന്നല്ല റീപേ, ആ പണം അല്ല റീപേ ചെയ്തത്. 1 കോടി ലോൺ എടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, ആ പണം തിരിച്ചടച്ചതാണ് ഈ 4 ലക്ഷം രൂപ എന്ന് പറയുന്നത്. 1.72 കോടിയിൽ നിന്നല്ല. അതായത് ഞാൻ പറയുന്നത് വ്യക്തമാക്കി പറയാം.
ബാങ്ക് റെക്കോർഡ് കാണിക്കുന്നത് CMRൽ നിന്ന് കൺസൾട്ടൻസിക്ക് ഇവർക്ക് കിട്ടിയ പണമുണ്ടല്ലോ, അത് പ്രൈമറി ആയി അടച്ചിരിക്കുന്നത് എംപവർ ഇന്ത്യ കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന്. NBFC സ്ഥാപനമാണ്. അതെ, അങ്ങ് പറഞ്ഞോളൂ. ഇത് പറയുന്നത് എന്നെ സഹായിക്കണ്ട അങ്ങ് പറഞ്ഞോളൂ. അല്ല, അങ്ങ് ഞാൻ ഈ കാര്യത്തിൽ സംസാരിക്കാനില്ല. അതെന്താണ് സംസാരിക്കാനില്ല സാർ. മാധു എന്താ പറഞ്ഞു വരുന്നത്? ഈ ആകെ എടുത്ത 50 ലക്ഷം, 1 കോടിയുമല്ല ഞാൻ മനസ്സിലാക്കുന്നത്, 25 ലക്ഷം വെച്ച് 2 തവണ അല്ലെങ്കിൽ 50 ലക്ഷം വെച്ച് എടുത്തു എന്നാണ്. അപ്പോൾ ആ പൈസയിൽ 4 ലക്ഷമേ റീപേ ചെയ്തു എന്ന് ഇതേ റിപ്പോർട്ടിൽ പറയുന്നില്ലേ? പിന്നെ ഇങ്ങനെ ലോൺ എടുത്തിട്ടില്ല? ഞാൻ സംസാരിക്കാനില്ല എന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, ഇത് എന്റെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ആ ഇഷ്ടം ഓപ്റ്റ് ചെയ്യുന്നു സാർ. ഇല്ല, അത് ശരിയല്ല. അങ്ങ് കാണിച്ചതുണ്ടല്ലോ, അതാണ് ബാലിശം. ഞാൻ ഈ ചർച്ച തുടങ്ങിയ ശേഷം എത്ര തവണ ഇദ്ദേഹം ഇടപെട്ടു? ഞാൻ പലപ്പോഴും കൈയുയർത്തി കാണിക്കുകയാണ് ചെയ്യാറ്. അങ്ങ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കൈയുയർത്തി കാണിക്കുകയാണ്. അങ്ങ് ഒരു നിമിഷം എന്ന് പറയുമ്പോൾ പിന്നീട് മാധുവിന് പറയാനുള്ളത് എന്ന് പറഞ്ഞ് അങ്ങ് പറയുന്നു. അല്ല, അങ്ങനെ പ്രത്യേക അധികാരമൊന്നുമില്ല. ഞാൻ ഇടപെട്ട സമയം ഞാൻ പിൻവലിച്ചു. ബാക്കി 2 മിനിറ്റ് കൂടെ അധികം തരാം, പറഞ്ഞോളൂ. എനിക്ക് ഈ പറയുന്ന സമയത്തിന്റെ ഔദാര്യത്തിന്റെ ആവശ്യമില്ല. ഇതിനകത്ത് SFIയുടെ റിപ്പോർട്ടിൽ 98ാമത്തെ പേജിൽ കൃത്യമായി അങ്ങയോട് ഇവിടെ നേരത്തെ ഈ ചർച്ചയിലിരുന്ന ഒരാൾ പറഞ്ഞു, പുച്ഛിച്ച് ചിരിക്കുകയല്ല ഒരു കാര്യം എന്താണ് ഇത്? നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയൂ. അങ്ങ് ചിരിക്കോ കരയോ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, അങ്ങയുടെ താല്പര്യമാണത്. ഈ 90 കാണിച്ച് ആ പണം തിരിച്ച് കർത്തയിലേക്ക് റീഡയറക്ട് ചെയ്തതാണോ, ആ വഴി അത് വെളുപ്പിച്ചതാണോ എന്ന സംശയമടക്കം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എന്നൊന്ന് സമക്ഷം ബോധിപ്പിക്കാനാണ് ഞാൻ ഈ നിരന്തരമായ ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലുകൾക്കിടയിൽ ശ്രമിച്ചത് എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ.